കുറെ ഉണ്ട് നടക്കാൻ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ഗ്ലോബൽ വില്ലേജ്. അപ്പൊ നമ്മള് ഗ്ലോബൽ വില്ലേജിൽ ഇപ്പൊ കേറി ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഗ്ലോബൽ വില്ലേജ്. അപ്പൊ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിൽ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, പാട്ടൊക്കെ കേൾക്കാം നമുക്ക്. അപ്പൊ നേരെ കാണാൻ കൊട്ടാരം പോലെ ഉണ്ട്. ഗ്ലോബൽ വില്ലേജ് എഴുതി വെച്ചിട്ട് നല്ല രസമാണ് കാണാൻ. ഒരു കൊട്ടാരം പോലെയാണ്, പാലസിന്റെ ലുക്കാണ്. അവിടെ ഗ്ലോബൽ വില്ലേജ് ഇത് കണ്ടിട്ട് അവിടെ ഗ്ലോബൽ വില്ലേജ് ആയിരുന്നു, പക്ഷെ ഇത് കണ്ടിട്ട് ഒരു വില്ലേജ് ആയിട്ട് തോന്നുന്നു. എൻട്രൻസ് ഗ്ലോബൽ വില്ലേജിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാട്ടോ. നല്ല തിരക്കാണ്. അച്ഛനും മോളും കൂടെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കാണേ. കിട്ടിയോ? കാണിക്കേ. അത് കിഡ്സിന്റെ ആയിരിക്കും. ബാക്കി രണ്ടെണ്ണം കാണിച്ചേ. കിഡ്സിന്റെ ആയിരിക്കും വെറൈറ്റി. അമ്മ റെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അകത്ത് കയറാം. ഇനി ഏത് വഴി നമ്മള് പോണേ? അവിടെ ചെക്കിങ് ആണ്. ഓരോരുത്തരാണോ? انت راح تدخل ഉള്ളി കയറി കേട്ടോ. ഉള്ളി കയറി ഇനി ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ല. അത്രയും ഉണ്ട് കേട്ടോ. പല രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഓരോരോ രാജ്യങ്ങളുടെ മോഡലാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് ആള് തുർക്കി ആ ഇത് ഇസ്താംബുൾ.
ഇതാണ് തുർക്കി. അവിടെ ഏത് നെക്സ്റ്റ് സ്ഥലത്താണ് ഇത് ഏതോ ഓരോ ബിൽഡിംഗ് വന്നിട്ട് അവിടുത്തെ ഐറ്റംസ് ആണ് ഉള്ളിൽ വിൽക്കുന്നത്. ഓരോ കൺട്രീസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ സൂക്ക് പോലെ മാർക്കറ്റ് പോലെ ആ രാജ്യങ്ങളിലെ സാധനങ്ങളാണ് അവിടെ. വേൾഡ് ടൂറിന് വന്നിരിക്കുകയാണ്. സത്യം, ഇതൊരു വേൾഡ് ടൂർ. അതേ ക്രിസ്മസ് ട്രീ ഉണ്ടോ? നോക്കോ, എന്താ നല്ല ക്രിസ്മസ് ട്രീ. പാകിസ്ഥാനോ? പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ സൂക്ക്. നെക്സ്റ്റ് രാജ്യം ഇതാണ്. വേറെ ഒന്നല്ല, നമ്മുടെ പാകിസ്ഥാൻ. അതിന്റെ സൂക്കാണ്. നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ലേ? അതല്ലേ താജ്മഹല്. നമ്മളിത് എവിടെയാണ് നിൽക്കുന്നത്? അതിന്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കുന്നത്. UAE. നമ്മളിങ്ങോട്ടാണ് കാണാനുള്ളത്. അതിന്റെ ഇടയിൽ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഫോട്ടോ ക്രിസ്മസ് ട്രീയുടെ എടുക്കാം. ഓക്കെ, നമ്മള് കണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോയി. UAE അവിടെ പോയി. നമ്മളിപ്പോ UAE-യിലുള്ള ദുബായിലാണ്. അപ്പൊ ദുബായിയുടെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ആരുണ്ട് ബാക്കി കണ്ടത്. പിന്നെ നെക്സ്റ്റ് UAE-യുടെ സൂക്ക്. ഓരോ രാജ്യങ്ങളിൽ മൊത്തം ഉണ്ട്. ബാലൻസ് ആണ്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ദുബായിലുള്ള സംഭവങ്ങൾ. Let's go. ഇവിടെ ഇതുപോലെ കുറേ കടകളും ഉണ്ട് കേട്ടോ. കടകളും സൈഡിൽ മൊത്തം കടകളും ഈ സൈഡിലും ഓരോ കൺട്രീസിന്റെ മോഡൽസും. ഇതെന്തോ ഒരു സംഭവമാണ്. എന്താന്ന് മനസ്സിലാവില്ല. സംഭവമാണ്. ഇത്രയും ഞങ്ങൾക്ക് ചുറ്റി കാണാനുണ്ട് കേട്ടോ. ഇത് ഇന്നങ്ങനെ തീരണ ലക്ഷണമല്ല. അവിടെ UAE-യുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കണം. ഇനി ഇവിടുന്ന് തിരിഞ്ഞ് ആ ലാസ്റ്റ് വരെ പോണം. ഉള്ളില് LED ലൈറ്റ്. ശരിയാണല്ലോ, പ്രൊജക്ടറല്ലേ. എന്തോ ഇത് കണ്ടൊന്നും തീരില്ല. അത് തന്നെ
ജിന്തുകളൊക്കെ ഉള്ള രാജ്യങ്ങളാകുമ്പോൾ സിറിയ. അമേരിക്ക കണ്ടോളൂ. അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ആഫ്രിക്ക, ഖത്തർ, ഇറാൻ, ഖത്തർ, അല്ല ഇവിടുന്ന് അവിടേക്കോട്ട് ഇറങ്ങണ്ടേ? ആ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെയുള്ള എല്ലാം കണ്ട് ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ കാണാം. ഇപ്പൊ എല്ലാ രാജ്യം ഏകദേശം എവിടം വരെ കണ്ടു നമ്മളെന്നറിയാമോ? ഇറാൻ ലാസ്റ്റ്. അവിടെ അത്രേ ഉള്ളൂ കാണുന്നുള്ളൂ. അതൊന്നും വേണ്ടിയിട്ടില്ല. ഇവിടെ ഇത് കണ്ടാലും തീരില്ല കേട്ടോ. ഒരുപാടുണ്ട്. സൈബർ സിറ്റി അവിടെ വിഷമിച്ചോ? ഇത് ഇന്ത്യയുടെ മോഡലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇന്ത്യയുടെ എല്ലാക്കെ സാധനങ്ങളുണ്ടെന്ന്. അവിടെ എന്തോ ഡാൻസ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ് ആണ് ഹൈദരാബാദ് ഫാഷൻ ഇതെല്ലാം. സൈഡ് മൊത്തം ഹൈദരാബാദിയാണ്. ഒരുവിധം എല്ലാം കറങ്ങി കണ്ടു കേട്ടോ. മാളൂട്ടന് വയ്യാണ്ടായി, ഒത്തിരി ഉണ്ടായിരുന്നു നടക്കും. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ 2.5 മണിക്കൂറിന് മേളിലായി. അപ്പോൾ മടുത്തു, കൊച്ചിനും വയ്യാണ്ടായി. അതാരണം പോകാമെന്ന് വെച്ചേക്കുവാണ്. ഇനി ഉണ്ട് കാണാനാണെങ്കിൽ നമുക്ക് ഇനി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തുടങ്ങിയിട്ട് അങ്ങോട്ട് കറങ്ങി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്കൊന്നും അധികം ഞങ്ങൾ കയറാൻ നിന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല. അപ്പം അതിൻ്റെ ഇടവശത്തേക്കൂടെയൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം കറങ്ങി പിന്നെയും നമ്മൾ ചുറ്റി ഇവിടെ തന്നെ വരും. അതിൽ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി. എന്നാലും ഒരുവിധമൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല തിരക്കുമായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു കറക്കം ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. കൂടുതൽ സമയം നമ്മൾ എടുത്തത് ഇതിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദുബായ് ഗ്ലോബൽ വില്ലേജ് പിന്നെ ദുബായ് മാള് എല്ലാം കണ്ടു. രാത്രിയായി. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. അപ്പം ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.